ഈ വീഡിയോയിൽ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണിത്. ഇതിൽ നമ്മൾ മിസൈലുകൾ ഏതൊക്കെ രാജ്യങ്ങളിൽ മിസൈലുകൾ വന്ന് കൃത്യമായിട്ട് പതിച്ചിട്ടുണ്ട്, എത്ര മിസൈലുകൾ, ഈ ഒരു അക്കൗണ്ടബിലിറ്റി ഒന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് മുന്നോട്ട് പോവാം. ഏറ്റവും കൂടുതൽ ഇറാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ UAE, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഇറാഖ്, ജോർദാൻ, ഇത്രയും രാജ്യങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ടാർഗറ്റാണ്. എന്നാൽ ഈ തുടരെയുള്ള ആക്രമണങ്ങളെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇറാന് കൃത്യമായിട്ടുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പരമോന്നത നേതാവിനെ അമേരിക്ക, ഇസ്രായേൽ വധിച്ചു, ശരി, ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അമേരിക്കയ്ക്ക്, അമേരിക്കൻ മിലിറ്ററിക്ക് ബേസ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? നിങ്ങൾ തന്നെയാണ് അതിന്റെ ഭീഷണി. ഇറാനാണല്ലോ ഈ മേഖലയിലെ ഭീഷണി. പലരും കരുതുന്ന പോലെ ഇസ്രായേൽ അല്ല ഈ സുന്നി രാജ്യങ്ങളുടെ ഭീഷണി. ശരിക്കും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അവർക്കറിയാം. ഇസ്രായേലിനെതിരെ മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യങ്ങളും ആയുധപരമായി, അതേപോലെ ഡിഫൻസ് മേഖലയിൽ ഇസ്രായേലിനേക്കാളും ഒരുപടി മുകളിൽ പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം ഇസ്രായേലിനുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ ഇസ്രായേലിന് ഒപ്പം പോലും വളരാൻ പാടില്ല ഡിഫൻസ് മേഖലയിൽ. അത്തരത്തിലുള്ള കോൺസെപ്റ്റ് ഇസ്രായേലിനുണ്ട്, ഇല്ലാന്നില്ല. കാരണം ഇസ്രായേൽ ഒരു സിംഗിൾ ജൂയിഷ് സ്റ്റേറ്റ് ആണ്. ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇസ്രായേലിനെ തകർക്കും, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയാണത്. എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്ന് പറയും. അപ്പം അത് ഒഴിവാക്കാനാണ് ഇസ്രായേൽ ഈ പ്രവൃത്തി, ഇങ്ങനത്തെ രീതിയിലുള്ള പോളിസിയൊക്കെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ഇടയായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൂത്തികൾ ഡെവലപ്പായി വന്നല്ലോ 2013-14 ആ ടൈം തൊട്ട്. കാരണം അവിടെ വെച്ചാണ് ശരിക്കും ജിയോ പൊളിറ്റിക്കൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ഇറാൻ എത്രമാത്രം ക്രൂക്കഡ് മൈൻഡ് സെറ്റപ്പോട് കൂടിയാണ് ഈ ഹൂത്തികളെ തീറ്റിപ്പോറ്റി അവരെ സൗദി അറേബ്യക്കെതിരെ, ഏറ്റവും വലിയൊരു സുന്നി രാജ്യമായിട്ടുള്ള സൗദി അറേബ്യക്ക് ഏരിയ ഡോമിനേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഡോമിനേറ്റഡ് കൺട്രി ആയിട്ട് നിലനിൽക്കുന്ന സൗദി അറേബ്യക്കെതിരെ ഇവർ ഈ ഹൂത്തികളെ വെച്ച് പ്രോക്സി വാർ ഇറക്കിയത്. അപ്പോൾ അതാണ് യമനിൽ നമ്മൾ കണ്ടത്. അപ്പം ആ യമന്റെ യുദ്ധത്തിനെ തുടർന്ന് ജിയോ പൊളിറ്റിക്കലി ഒരു ചേഞ്ച് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഈ സുന്നി രാജ്യങ്ങളെ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും കൂടുതൽ അടുപ്പിച്ചത്. അതിനു മുമ്പ് എക്കണോമിക്, അതേപോലെ ചെറിയ തോതിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന അമേരിക്ക മിഡിൽ ഈസ്റ്റ് ബന്ധം ശക്തമായ രീതിയിൽ 2020 അബ്രഹാം അക്കോർഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് സ്ട്രോങ് ആയിട്ടൊരു ബോണ്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതിനെ തുടർന്നാണ് ഇസ്രായേലുമായിട്ട് പലതരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള ബന്ധങ്ങൾ, അതേപോലെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഡിഫൻസ് സപ്പോർട്ട് തേടേണ്ട സാഹചര്യം. കാരണം അമേരിക്ക ഇൻഡയറക്ട്ലി ഇസ്രായേലിനെ അവിടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ളത്. ഇൻഫാക്ട് സൗദി അറേബ്യയ്ക്ക് വരെ സെക്യൂരിറ്റി, ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇസ്രായേലിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതേപോലെ UAE ഇസ്രായേലിന്റെ ഫുൾ ഡിഫൻസ് ടെക്നോളജി സപ്പോർട്ട് സിസ്റ്റത്തിലാണ് അവർ നിലനിൽക്കുന്നത്. ഇത്രയും മിസൈലുകളൊക്കെ അൽ തറഫ് എയർബേസിൽ നിന്നും ഇന്റർസെപ്റ്റ് ചെയ്തല്ലോ. അതിന്റെ ഇത്രയും മിസൈലുകളെ UAE ഇന്റർസെപ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആയിക്കോട്ടെ, അതേപോലെ അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് ആയിക്കോട്ടെ, ഇത് ഇസ്രായേലിന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള സുന്നി രാജ്യങ്ങൾക്കും കൂടി ഒരു ത്രെട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവർ അമേരിക്കയും ഇസ്രായേലൊക്കെ കൂട്ടുപിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഇസ്രായേലിനെ മതപരമായിട്ടുള്ള, ആശയപരമായിട്ടുള്ള നിലപാടുകൾ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ അവരെ ഓപ്പണായിട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെയുള്ള റിലീജിയസ് വിങ് ഉണ്ട്, കൂടുതൽ അവർ അനുകൂലിക്കത്തില്ല ഈ വിഷയങ്ങളെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മോഡറേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന UAE പോലത്തെ രാജ്യങ്ങളൊക്കെയാണ് വളരെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ ബ്രോഡ് മൈൻഡ് ആയിട്ട്, മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നമ്പർ 1 UAE ആണ്. UAEക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ചിന്തകളിൽ നിന്നും കുറച്ച് വ്യത്യസ്ത നിലപാടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് UAE ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ ടൈപ്പ് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം UAEക്ക് അറിയാം ഇസ്രായേലിന്റെ സ്ട്രെങ്ത് എന്താണ്, ഇസ്രായേലിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് അൽ ദറഫ് എന്ന് പറഞ്ഞ ആ എയർബേസിൽ കൃത്യമായിട്ട് ഇസ്രായേലും UAEയും ജോയിന്റ് വെഞ്ചറിൽ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. ഇന്ത്യക്കും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് UAE സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്ത്യ UAEയോടൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UAEക്ക് ഒരു വാർഷിപ്പ് ഇന്ത്യ അയച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫൂട്ടേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ UAEയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലമാണ് UAE. ഇന്ത്യക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഇന്ത്യക്കാർ 35 ലക്ഷം ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ലീഗലി അതിനകത്ത് ഒരു വോയിസ് എടുക്കാൻ ഇന്ത്യക്ക് കഴിയും. അപ്പോൾ അങ്ങനെ UAEയെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ത്യയും നിലപാടെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം UAEക്ക് വേണ്ടി ഉപയോഗിക്കണം. കാരണം അത്രമാത്രം ഇന്ത്യക്കാരുണ്ട് UAEയിൽ. തികച്ചും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാനെതിരെ ഒരു നിലപാട് ഇന്ത്യ എടുക്കുക തന്നെ ചെയ്യണം. UAE ശക്തമായ രീതിയിൽ താക്കീത്
ഇറാന് നൽകിയിട്ടുണ്ട്. അതായത് ഇനി ഇതേപോലെയുള്ള ഇനി നിങ്ങൾ തുടർച്ചയായിട്ട് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് മേലിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം UAE-ക്ക് ഒരു പരിധി വരെയൊക്കെ തിരിച്ചടിക്കാൻ പറ്റും, അതുപോലെ സൗദി അറേബ്യയ്ക്കും കുറച്ചൊക്കെ തിരിച്ചടിക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റണം എന്നില്ല. കാരണം UAE-ക്കും സൗദി അറേബ്യയ്ക്കും യമനിൽ യുദ്ധം നടത്തിയ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം. അതുപോലെ UAE-യെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളുണ്ട്, ഇസ്രായേലുണ്ട്. അപ്പോൾ തിരിച്ചടി ഓക്കെയാണ്. പക്ഷേ അതേസമയം മറ്റുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഭീഷണി ഇറാനെതിരെ മുഴക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പൊതുവിൽ നമുക്ക് മൈൻഡിൽ വരുന്നത് വെച്ചാൽ, ഇവർ അമേരിക്കയോടൊപ്പം ചേർന്നിട്ട് അമേരിക്ക ബോംബിടും, ഇവർ ക്ലാപ്പ് ചെയ്യും, അത്രേ നടക്കുള്ളൂ. അല്ലാതെ ബാക്കി ഈ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദാൻ രാജ്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. സൗദി അറേബ്യയും UAE-യും ആണെന്നുണ്ടെങ്കിൽ രണ്ട് പാത്രത്തിലാണ് ഇപ്പം സഞ്ചാരം. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുമിച്ചുള്ള ഒരു ആക്രമണം ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു വീക്കർ പൊസിഷനിലാണ് ഉള്ളത്. പക്ഷേ ഇന്റർസെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്, അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. UAE-യിൽ 359 ആക്രമണങ്ങളാണ് മൊത്തത്തിൽ ഇറാൻ നടത്തിയിരിക്കുന്നത്. അതിൽ 11 മിസൈലും അതേപോലെ തന്നെ ഈ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോൺ, ഇത് രണ്ടും കൂടെ ചേർന്ന് 11 എണ്ണം UAE-യിൽ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചിട്ടുണ്ട്. 11 എണ്ണം. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്റർസെപ്ഷനാണ് നടത്തിയിരിക്കുന്നത്. എക്സലൻറ്റ്, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവിടെയൊക്കെയാണ് ഇസ്രായേലും UAE-യും തമ്മിലുള്ള ഇസ്രായേൽ, ഇന്ത്യ, UAE പാർട്ട്ണർഷിപ്പ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കാണേണ്ടത്. കാരണം ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ. ഇന്ന് രാവിലെ ജബൽ അലി പോർട്ടിൽ ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട്, ഇറാൻ്റെ മിസൈൽ. ഖത്തറിനെതിരെ 97 ആക്രമണങ്ങൾ, എല്ലാ മിസൈലും ഡ്രോണും കൂടെ ചേർത്തിട്ട്. അതിൽ 87 എണ്ണം ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 87 എണ്ണം. ഈ US-ന്റെ റഡാർ സ്റ്റേഷൻ ഖത്തറിലുള്ളത് അറ്റാക്ക് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു വീഡിയോ ഇന്റർനെറ്റിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. അത് ചൈന പ്രചരിപ്പിച്ച വീഡിയോ ആണ്. ആ വീഡിയോയുടെ ആധികാരികതയെ പറ്റി ഇതുവരെ ഒരു ക്ലാരിറ്റിയും വന്നിട്ടില്ല. ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഇറാൻ ആദ്യത്തെ തവണ, അതായത് കഴിഞ്ഞ 12 ദിവസ യുദ്ധത്തിന്റെ സമയത്ത് ഇതേപോലെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇറാൻ. ആ സെയിം വീഡിയോ ആണ് ഇതെന്നാണ് സംശയം. ബഹ്റൈനിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായത്. ബഹ്റൈനിൽ 55 മിസൈൽ ആക്രമണങ്ങളാണ് നടന്നത്. ഇതിൽ 18 എണ്ണം ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പതിച്ചിട്ടുണ്ട്. 3 UAV സ്ട്രൈക്കും അതേപോലെ 39 മിസൈൽ സ്ട്രൈക്കുമാണ് നടന്നത്. എനർജി ഇൻഫ്രാസ്ട്രക്ചേഴ്സും പോർട്ടുമാണ് ഏറ്റവും കൂടുതൽ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് ബഹ്റൈനിൽ. സൽമാൻ പോർട്ട് എന്ന് പറഞ്ഞ പോർട്ട് ഇന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. അതുപോലെ US-ന്റെ നേവൽ ബേസിൽ ഇന്നലെ രാത്രി ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. US-ന്റെ നേവൽ ബേസിൽ ബഹ്റൈനിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലി ബഹ്റൈൻ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ബഹ്റൈൻ പിന്നോട്ട് പോകത്തില്ല. ഇനി ഇത്തരത്തിൽ ആക്രമണങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് ഇറാനെതിരെ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബഹ്റൈൻ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഓപ്പണായിട്ട് ഭീഷണി മുഴക്കുന്നുണ്ട് ഇറാനെതിരെ. ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും, റിറ്റാലിയേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ബേസുകളിൽ നിന്നും ഇറാനെ ആക്രമിക്കാനുള്ള പെർമിഷൻ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ചറപറാന്ന് ഇറാൻ്റെ മേളിൽ മിസൈലുകൾ ചെന്ന് പതിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അവരുടെ ബേസ് ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. എന്തായാലും അതൊക്കെ അപ്പാടെ തകർത്തിരിക്കുകയാണ്. ഇപ്പം ഇസ്രായേലും അമേരിക്കയും നോക്കും, അവർ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. അവർ അതേപോലെ മിസൈലുകൾ വിടുന്നതാണെന്നുണ്ടെങ്കിൽ ടോമഹോക്സ് മിസൈലൊക്കെ അവർ സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ അബ്രഹാം ലിങ്കൻ്റെ ഒരു വീഡിയോ ഇന്ന് അമേരിക്ക പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം അബ്രഹാം ലിങ്കനെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള റൂമർ വാർത്തകളൊക്കെ ഇന്നലെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ അബ്രഹാം ലിങ്കിൽ നിന്നും ഫൈറ്റർ ജെറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോ ഇന്നലെ രാത്രി തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ജോർദാനിൽ 59 അറ്റാക്കുകളാണ് നടത്തിയത് ഇറാൻ. അതിൽ 50ഉം ഇന്റർസെപ്റ്റഡ് ആണ്. ഒരെണ്ണം ഡെസേർട്ടിൽ വീണിട്ടുണ്ട്, ഡെസേർട്ടിൽ, മരുഭൂമിയിൽ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ജോർദാൻ കംപ്ലീറ്റ്ലി സേഫാണ്. അതുപോലെ 18 അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഡ്രോണുകൾ അയച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ. അതെല്ലാം തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ 38 അറ്റാക്കുകളാണ് നടത്തിയത്. അതിൽ 18 എണ്ണം ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 9 എണ്ണം അവിടെ ഇവിടെയായിട്ടൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നുമില്ല. സൗദി അറേബ്യയ്ക്കുള്ളിൽ 9 അറ്റാക്കുകൾ ഇറാൻ നടത്തി. അതിൽ 8 എണ്ണം ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒമാന്റെ മേളിൽ 3 ആക്രമണങ്ങൾ, ഇറാഖിലേക്ക് 1 ആക്രമണം. ഇറാഖിലുണ്ടായ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ഓവർനൈറ്റ് ഗ്രീൻ ഏരിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏരിയ തിരിച്ചുകൊണ്ട് US-ന്റെ ബേസ് പ്രവർത്തിക്കുന്ന എർബിലിന്റെ ഭാഗത്തേക്ക്
വല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത് ഇറാഖിലുള്ള ഇറാൻ അനുകൂലികൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാഖിലുള്ള ഷിയ മുസ്ലിംസ് അമേരിക്കയുടെ ബേസിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓവർനൈറ്റ്. ഇസ്രായേലിൽ 5 സ്ഥലങ്ങളിലാണ് മിസൈൽ പതിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഹൈഫ വലിയ ഇമ്പാക്റ്റ് ഇല്ല, ടെലവീവിലും മിസൈൽ പതിച്ചിട്ടുണ്ടായിരുന്നു, വലിയ ഇമ്പാക്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്മാൻഡലിംഗ് മാത്രമാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഇസ്രായേലിലും വലിയ നാശനഷ്ടങ്ങളില്ല. അതേസമയം ഇന്നലെ ജെറുസലേമിൽ ശരിക്കും ടെമ്പിൾ മൗണ്ടിന്റെ തൊട്ടടുത്തൊരു മിസൈൽ പതിച്ചിട്ടുണ്ടായിരുന്നു. അതും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഒറ്റൊരു സ്ഥലമാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തുണ്ടായ നാശനഷ്ടം വളരെ വലുതാണ്. ഇനി സ്ട്രാറ്റജിക് മിലിറ്ററി അറ്റാക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചാബഹാർ പോർട്ട്. ചാബഹാർ പോർട്ട് 2 ദിവസത്തിനകത്ത് തൂത്തുപറക്കി കളയുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചാബഹാർ പോർട്ട്. അതുപോലെ ഈ കൊനാറക് നേവൽ ബേസും അടിച്ചു തകർത്തിട്ടുണ്ട്. അതുപോലെ ബഷരീർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആ ബഷരീറിന് തൊട്ട് മുകളിലിരിക്കുന്ന റഡാർ സ്റ്റേഷൻ അത് ഓൾറെഡി തന്നെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ തൊട്ട് മുകളിൽ ഇറാന്റെ വലിയ രീതിയിലുള്ള മിലിറ്ററി സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പുകളെല്ലാം തന്നെ തച്ച് തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ മിലിറ്ററി സെറ്റപ്പുകൾ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്യും. അത് ഏതാണ്ട് ഹാഫ് വേയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾ. ഒരു 2 to 3 ഡേയ്സിൽ മിലിറ്ററി സന്നാഹങ്ങൾ കംപ്ലീറ്റ് തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാസീവായിട്ടുള്ള ആക്രമണങ്ങൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് കേന്ദ്രീകരിച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക ശക്തമായ രീതിയിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ആക്രമണം നടത്തി അത് കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഫ്രീ ആക്കണം എത്രയും വേഗത്തിൽ. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അമേരിക്കയെ പ്രഷർ ചെയ്യുന്നുണ്ട്. കാരണം ഈ ട്രാൻസ്പോർട്ടേഷൻ അത് വലിയൊരു വിഷയമാണ്. അവിടെ ഒരു സുരക്ഷിതത്വം കിട്ടിക്കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊന്നും വലിയ രീതിയിൽ പിന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ മേളിൽ വലിയ പ്രഷർ ഉണ്ടാവത്തില്ല. ഇറാന്റെ ഉള്ളിൽ തകൃതിയായിട്ട് ആക്രമണങ്ങൾ നടത്താനും പറ്റും. അപ്പം ആ ഒരു റൂട്ട് മാപ്പോട് കൂടിയാണ് ഇപ്പം ഇസ്രായേലും അമേരിക്കയും സഞ്ചരിക്കുന്നത്. അപ്പം ആ ആക്ഷൻ പ്ലാനോട് കൂടിയാണ് ഇസ്രായേലും അമേരിക്കയും സഞ്ചരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്. അപ്പം ചാബഹാർ പോർട്ട്, ബന്ദർ അബ്ബാസ്, അതുപോലെ തന്നെ ബഷരീർ, ഈ ഏരിയ എല്ലാം ടാർഗറ്റ് ലിസ്റ്റിലുണ്ട്. അടിച്ച് തകർക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ലെബനനിലെ താവൂൽ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിൽ ഇസ്രായേൽ ഇന്ന് നടത്തിയ അറ്റാക്കിന്റെ ദൃശ്യമാണ് ഇവിടെ. അല്ലാഹു അക്ബർ, മുസ്തഹീൽ. ലെബനനിൽ കർദൽ ഹസൻ എന്ന് പറഞ്ഞ ബാങ്കിന് നേരെ ഇസ്രായേൽ ഇന്ന് ഈവനിങ് നടത്തിയ അറ്റാക്കാണ്. മാസീവായിട്ടുള്ള അറ്റാക്കാണ്. ടൈറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് ഒരു ബിൽഡിംഗ് നിലം പതിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ് നിന്ന് കത്തുന്നത്. അവിടെ ഒരു ആക്രമണം ഇസ്രായേൽ ഇന്ന് നടത്തിയിട്ടുണ്ട്. İsrail vurdu. Evet, önümüzü kestiler. Tam önümüze düştü füze. Büyük 2 tane füze önümüze düştü. Tam önümüze düştüler. Evet, tam yolun üstüne düştü. Bostanabad polisinin oradayız. Evet, tam önümüze düştüler. 2 tane büyük füze. Evet, aşırı derecede ses yaptı. Evet, polis bizi ikaz ediyor diyor. Hemen araçlarınızı ayırın birbirinizden veya çıkın gidin diyor. An itibariyle. ഒരുവിധം ഇന്നത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡെവലപ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓൺഗോയിങ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫർദർ ഡെവലപ്മെന്റ്സ് വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.